ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ചട്നിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചോപ്പർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ടിട്ടാണ് നമ്മളെല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുവാണ്. ഇപ്പം നിങ്ങളുടെ ഈ ചോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതി. ഞാനിപ്പോൾ ഒരു 2 സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 തക്കാളി, മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എരിവിനാവശ്യമായിട്ടൊരു 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത് പുളിയാണ്, വാളംപുളി. അത് ഈ ഒരു അളവിൽ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചമ്മന്തി നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് പുളി മുന്നിട്ട് നിൽക്കണം, അതുകൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിത് അടച്ച് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. താങ്ക്